ഫസ്റ്റ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ ആദ്യം. അനിത നിയമന വിവാദത്തിൽ സർക്കാർ മുട്ടുമടക്കി. പ്രതികാര നടപടികൾ അവസാനിപ്പിച്ച് അനിതയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ നിയമിക്കാൻ തീരുമാനം. നഴ്സിംഗ് ഓഫീസറെ സ്ഥലം മാറ്റിയത് മെഡിക്കൽ കോളേജ് പീഡന കേസിൽ അതിജീവിതയെ പിന്തുണച്ചതിന്. ഞാൻ സമരം നിർത്തും. CPM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചു. ആദായ നികുതി വകുപ്പ് നടപടി നികുതി അടച്ചില്ലെന്നാരോപിച്ച് ബാങ്ക് ഓഫ് ഇന്ത്യ അക്കൗണ്ടിലുള്ളത് 4,80,00,000 രൂപ. അക്കൗണ്ട് സുതാര്യമെന്ന് CPM. പാനൂർ സ്ഫോടന കേസിൽ 3 പേർ അറസ്റ്റിൽ. സംഭവസ്ഥലത്ത് നിന്ന് 7 ബോംബ് കൂടി കണ്ടെടുത്തു. പരിക്കേറ്റയാളിന്റെ നില ഗുരുതരം. ഗൗരവമായി അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി. രാഷ്ട്രീയ ആയുധമാക്കി UDF. പ്രതിരോധിച്ച് CPM. മൂവാറ്റുപുഴയിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ തല്ലിക്കൊന്നതെന്ന് പോലീസ്. അശോക് ദാസിനെ കെട്ടിയിട്ട് തല്ലിയത് പെൺസുഹൃത്തിനെ കാണാനെത്തിയപ്പോൾ. മരണകാരണം തലയ്ക്കും നെഞ്ചിനുമേറ്റ ക്ഷതം. 10 പേർ അറസ്റ്റിൽ. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ പൊട്ടിത്തെറി. കോട്ടയം ജില്ലാ പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പിൽ രാജിവെച്ചു. മോൻസ് ജോസഫിന്റെ ഏകാധിപത്യമെന്ന് വിമർശനം. കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗം വെള്ളനാട് ശശി CPM-ൽ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് ഓഫീസർ PB അനിതയുടെ സമരത്തിന് മുന്നിൽ മുട്ടുമടക്കി സർക്കാർ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ അനിതയ്ക്ക് പുനർനിയമനം നൽകും. ICUവിൽ പീഡനത്തിന് ഇരയായ അതിജീവിതയ്ക്ക് അനുകൂലമായി മൊഴി നൽകിയതിനെ തുടർന്ന് അനിതയെ സ്ഥലം മാറ്റിയിരുന്നു. ഇതിനെതിരെ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവുണ്ടായിട്ടും ജോലിയിൽ തിരികെ പ്രവേശിപ്പിച്ചിരുന്നില്ല. നിയമനം ലഭിച്ചാൽ മാത്രമേ സമരം നിർത്തുകയുള്ളൂവെന്ന് അനിത മറുപടി പറഞ്ഞു. വിജയം തന്നെയാണല്ലോ. എന്നെ ജോയിൻ ചെയ്യിക്കാൻ സമ്മതിച്ചു എന്നറിയുന്നത് തന്നെ ഒരു വിജയമാണ്. നീതിക്കുള്ള ഒരു സത്യസന്ധമായ ഒരു സമരമായിരുന്നു ഇത്. ആ സമരത്തിന് ഒരു നീതി കിട്ടി എന്ന് തന്നെ വിചാരിക്കും. എന്നെ ഇവിടെ ജോയിൻ ചെയ്യിപ്പിച്ചാൽ ഞാൻ സമരം നിർത്തും. ഇവിടെ AOയ്ക്കും ഒരു റിപ്പോർട്ടും കിട്ടിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് ഷിജോ കുര്യൻ. ഷിജോ, ഇങ്ങനെ ഒരു ഇടപെടലിലേക്ക് സർക്കാരിനെ എത്തിച്ചത് എന്താണ്? നിഷാദ, കഴിഞ്ഞ 5 ദിവസമായിട്ട് PB അനിത, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സീനിയർ നഴ്സിംഗ് ഓഫീസർ PB അനിത തന്റെ നിയമനത്തിന് വേണ്ടിയിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിൽ സമരം നടത്തുകയാണ്. ഇക്കഴിഞ്ഞ ഒരാഴ്ചയോളമായിട്ട് സംസ്ഥാന സർക്കാർ ദുർവാശി തുടരുകയായിരുന്നു. അത് വലിയ വിവാദമാവുകയും ചെയ്തു. PB അനിതയുടെ സമരവും അതേ തുടർന്ന് ആ സമരം പ്രതിപക്ഷം ഏറ്റെടുക്കുകയും മാധ്യമ വാർത്തകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ അനിതയുടെ സമരം വലിയ വിവാദമായൊരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ സമരം അവസാനിപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് സർക്കാർ വളരെ വേഗം കടന്നിരിക്കുന്നത്. PB അനിതയെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് താൽക്കാലികമായി മരവിപ്പിച്ച കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ നിയമനം നടത്താനുള്ള ഒരു നീക്കമാണ് സർക്കാർ ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത്. ഇന്നോ നാളെയോ തന്നെ ഇത് സംബന്ധിച്ച DMAയുടെ ഉത്തരവ് ഉണ്ടാകും. എന്തായാലും ഇടുക്കിയിലേക്ക് PB അനിതയെ സ്ഥലം മാറ്റിയുള്ള ഉത്തരവ് സർക്കാർ ഇറക്കിയതിനു ശേഷം PB അനിത ഇടുക്കിയിൽ ജോയിൻ ചെയ്തിരുന്നില്ല. തുടർന്ന് അതിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് തുടരുകയായിരുന്നു. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ മെഡിക്കൽ കോളേജിൽ അതിജീവിതയും ഒരുമിച്ചുകൊണ്ട് ഒരു സമരത്തിലേക്കൊക്കെ പോയിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ അത് സർക്കാരിനെതിരെ വലിയ പ്രതിഷേധവുമായിട്ട് പ്രതിപക്ഷം അടക്കം ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. PB അനിത സമരം തുടരുന്നൊരു പശ്ചാത്തലത്തിൽ, അത് തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ അത് സർക്കാരിന് വലിയ തിരിച്ചടിയാകുമെന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണ് ദുർവാശി അവസാനിപ്പിച്ചുകൊണ്ട് PB അനിതയെ താൽക്കാലികമായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ നിയമനം നടത്താനുള്ള നീക്കത്തിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് ആരോഗ്യവകുപ്പിന്റെയും DMAയുടെയും ഉത്തരവ് ഇന്നോ നാളെയോ തന്നെ ഉണ്ടാകും. വളരെ വേഗം തന്നെ PB അനിതയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിയമനം നടത്താനുള്ള നീക്കത്തിലേക്ക് സർക്കാർ കടക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഹൈക്കോടതി വിധി വരുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റ് തുടർ നടപടികളിലേക്ക് സർക്കാർ കടക്കുക. അടുത്തയാഴ്ച ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ഹൈക്കോടതിയിൽ സർക്കാർ സമർപ്പിച്ച റിവ്യൂ പെറ്റീഷൻ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും PB അനിതയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിയമനം നടത്താത്ത ആ ഒരു ഹൈക്കോടതി ഉത്തരവ് പോലും വലിയ വിവാദമായിരുന്നു. എന്തുകൊണ്ട് ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും നിയമനം നടത്തുന്നില്ല എന്നൊരു ചോദ്യം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷം പോലും രംഗത്ത് വന്നിരുന്നു. എന്തായാലും അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് സർക്കാർ ഇപ്പോൾ വളരെ വേഗം തന്നെ അതിനകത്ത് ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. അനിതയെ കോഴിക്കോട് തന്നെ നിയമിക്കും. ഇത് സംബന്ധിച്ചുള്ള മറ്റ് നടപടിക്രമങ്ങൾ വളരെ വേഗം പൂർത്തിയാക്കും. അതിനുശേഷം കോടതി നടപടികൾ എന്തൊക്കെയാണോ അതിനനുസരിച്ചായിരിക്കും മറ്റ് നടപടികളിലേക്ക് സർക്കാർ കടക്കുക എന്നുള്ള വിശദീകരണമാണ് സർക്കാർ നൽകുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് ഇപ്പോഴുണ്ടായിട്ടുള്ള എല്ലാ വിവാദങ്ങളിൽ നിന്നും ഈ താൽക്കാലികമായിട്ടുള്ള നിയമനം നടത്തി ഈ വിവാദങ്ങളിൽ നിന്ന് തലയൂരുകയാണ് ആരോഗ്യവകുപ്പ് ലക്ഷ്യമിടുന്നത്. എന്തായാലും PB അനിതയുടെ തലയൂരുകയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്. ഷിജോ വിവരങ്ങൾ നൽകിയത്. അനിതയുടെ പുനർനിയമനത്തിൽ ഹൈക്കോടതി ഉത്തരവിനെതിരെ സർക്കാർ പുനഃപരിശോധനാ ഹർജി നൽകി. സമാന തസ്തികയിലുള്ള 18 പേർ കോഴിക്കോട്ടേക്ക് സ്ഥലമാറ്റം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരിൽ പലരുടെയും പുറത്തെ സേവന കാലയളവ് കൂടുതലാണ്. അതിനാൽ മുൻ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന് സർക്കാർ ഹർജിയിൽ പറയുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഷംന അശോക് കൊച്ചിയിൽ നിന്ന്. ഷംന, എന്താണ് സർക്കാരിന്റെ ഹർജിയിലുള്ളത്?
ഈ അനിതയ്ക്ക് നൽകിയിട്ടുള്ള ട്രാൻസ്ഫർ മരവിപ്പിച്ച ഹൈക്കോടതി ഉത്തരവിൽ പുനഃപരിശോധനാ ഹർജി നൽകിയിരിക്കുകയാണ് സർക്കാർ. ഇതിൽ പ്രധാനമായും സാങ്കേതിക കാര്യങ്ങളാണ് സർക്കാർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഈ മാർച്ച് 1 അനിതയെ കോഴിക്കോട്ട് നിയമിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഈ ഉത്തരവ് പുനഃപരിശോധിക്കണം. അതിന് കാരണമായി മുന്നോട്ട് വെച്ചിട്ടുള്ളത് സമാനമായി അനിതയുടെ അതേ തസ്തികയിലുള്ള ഏകദേശം 18ഓളം പേർ കോഴിക്കോടേക്ക് സ്ഥലം മാറ്റം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ പലരുടെയും പുറത്തെ സേവന കാലയളവ്, അതായത് മറ്റു ജില്ലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള സേവന കാലയളവ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ ഉത്തരവ് ഇത്തരത്തിലൊരു കോടതി ഉത്തരവ് ഉണ്ടാകുന്ന സമയത്ത് അത് ബാക്കിയുള്ള ആളുകളുടെ കൂടി സേവനത്തെ ബാധിക്കും എന്നുള്ളതാണ് സർക്കാർ പ്രധാനമായും കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ഈ അനിതയുടെ ട്രാൻസ്ഫർ മരവിപ്പിച്ച ഹൈക്കോടതി ഉത്തരവ് തൽക്കാലത്തേക്ക് പുനഃപരിശോധിക്കണം എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഹർജി തിങ്കളാഴ്ച ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വരും. അന്നേ ദിവസമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക. പ്രത്യേകിച്ച് ഇത്രയും ദിവസമായി അനിതയ്ക്ക് നിയമനം നൽകാത്തത് ഉൾപ്പെടെ അത് കോടതി അലക്ഷ്യമാവില്ലേ എന്നൊരു ചോദ്യം ഉയർന്നിരുന്നു. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് അത് വരുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിലൊരു പുനഃപരിശോധനാ ഹർജിയുമായി സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ശരി, ഷംന വിവരങ്ങൾ നൽകിയത്. ഒപ്പം മുഹമ്മദ് അസ്ലം കൂടി കോഴിക്കോട് ചേർന്നു. അസ്ലം, ഈ സംഭവം എന്താണ്? ഇതിനകത്ത് സർക്കാർ ഇത്ര വലിയ പ്രതിരോധത്തിലേക്കും സമ്മർദ്ദത്തിലേക്കും പോകാനുണ്ടായ സാഹചര്യം എന്താണ്? ഇവിടെ ഒന്ന് അനിത ഈ പുനർനിയമനം ആവശ്യപ്പെട്ടുകൊണ്ട് മെഡിക്കൽ കോളേജ് മുന്നിൽ സമരം തുടരുന്നു. മെഡിക്കൽ കോളേജ് പീഡന കേസിലെ അതിജീവിതയെ സഹായിച്ചതിന്റെ പേരാണ് അവരെ സ്ഥലം മാറ്റിയത്. ആ അതിജീവിത തന്നെ അവർക്ക് പിന്തുണമായി മാറുന്നു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കളൊക്കെ തന്നെയും ഈ സമരരംഗത്തേക്ക് വന്നു. തെരഞ്ഞെടുപ്പ് കൂടി വരുന്ന സാഹചര്യത്തിൽ സർക്കാരിനെ വലിയ പ്രതിരോധത്തിലാക്കും ഇത്തരം തീരുമാനം. പ്രത്യേകിച്ച് നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ സ്ഥലം മാറ്റം അനീതിയാണെന്നുള്ള വിമർശിക്കപ്പെട്ടതാണ്. അത് ഹൈക്കോടതി റദ്ദാക്കുന്നു. അതിനുശേഷം ഒരു മാസം സമയം നൽകുന്നു. ആ സമയത്തൊന്നും ഒരു കാര്യം ചെയ്യാതെ ഏപ്രിൽ 1 അവർ നിയമനത്തിന് വരുമ്പോൾ പോലും അവർക്ക് നിയമനം നൽകാത്തത് വലിയ തോതിൽ വിമർശിക്കപ്പെടുന്നു. സർക്കാരിന്റെ ഭാഗത്ത് സർക്കാർ അതിജീവിതയ്ക്കൊപ്പമാണോ അല്ലെങ്കിൽ അതിജീവിതയ്ക്കൊപ്പം നിന്ന സിസ്റ്റർക്കൊപ്പമാണോ അല്ലെങ്കിൽ വേട്ടക്കാർക്കൊപ്പമാണോ എന്ന ചോദ്യം ഉയർന്നു. വലിയ തോതിൽ വിമർശനം ഉയർന്നുകയും രാഷ്ട്രീയ പശ്ചാത്തലങ്ങളുടെ സാഹചര്യത്തിലാണ് പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് പോകുന്നത്. അതേസമയം ഇപ്പോൾ കോടതിയിൽ വീണ്ടും അപ്പീൽ നൽകിയത് ഈ സംബന്ധിച്ച ചില സംശയങ്ങൾ കൂടി ഉണർത്തുന്നു. അതായത് ഒന്ന് നിയമന ഉത്തരവ് നൽകുക, അതേസമയം ഇവർക്ക് നിയമനം നൽകുന്നതിൽ തടസ്സമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിക്കുക. അതുകൊണ്ട് തന്നെ ഈ പുതിയൊരു കാര്യത്തിൽ പിന്നെ ഈ എന്താണ് സർക്കാർ സമീപനത്തെ കുറിച്ച് ഒരു അഭിപ്രായം നമുക്ക് പി ബി അനന്തയോട് തന്നെ നമുക്ക് ചോദിക്കേണ്ടി വരും. കാരണം ഈ ഒന്നുകിൽ നിയമനം നൽകുമെന്ന് പറയുന്നു, അതേസമയം തന്നെ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് നിയമനം നൽകാൻ തീരുമാനിച്ചായിട്ട് പറയുന്നു. അതേസമയം തന്നെ ഹൈക്കോടതി ഇപ്പോൾ അപ്പീൽ ഫയൽ ചെയ്തിരിക്കുന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളെക്കാൾ വേറെ കുറേ ആൾക്കാർക്ക് ഇവിടെ വരാൻ അർഹതയുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സർക്കാർ ഒരു ഒരു കളി കളിക്കുകയാണെന്ന് തോന്നുന്നുണ്ടോ? അതെനിക്കറിയില്ല. ഈ എന്താണ് എനിക്ക് നീതി ലഭിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ ജോയിൻ ചെയ്യാൻ എന്നെ അവർ സമ്മതിച്ചാൽ മാത്രമേ എനിക്ക് നീതി ലഭിച്ചു എന്ന് പറയുള്ളൂ. അപ്പോഴേ ഞാൻ ഈ സമരപരിപാടി നിർത്തുകയുള്ളൂ. അല്ലെങ്കിൽ ഞാൻ സമരപരിപാടി എൻ്റെ നിയമ നടപടിയായിട്ട് ഞാൻ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. സർക്കാർ എന്നെ തിരിച്ചെടുക്കാൻ തീരുമാനിച്ചാൽ അത് ഞാൻ സ്വാഗതം ചെയ്യുന്നു. സന്തോഷം, അവർക്ക് സത്യം ബോധ്യമായി എന്ന് ഹൈക്കോടതിയിൽ ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുകയാണ്. അപ്പീൽ നൽകിയിട്ടുണ്ട്. പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ 10-18 പേര് വെയിറ്റിംഗ് ആണ്. അവർ പലർക്കും അതെൻ്റെ ജൂനിയേഴ്സ് അല്ലേ, എന്നെക്കാളും ജൂനിയറായ ആൾക്കാരാണ്. ഇനി ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്നോ കോട്ടയത്തു നിന്നോ അവിടെ നിന്നൊക്കെ വരാനുള്ള ഹെഡ് നേഴ്സുമാർ. ഞാൻ ഒരു തെറ്റും ചെയ്യാതെ എന്നെ ഇടുക്കിയിലേക്ക് 2 പ്രാവശ്യം ട്രാൻസ്ഫർ ആക്കി. ഒരു പ്രാവശ്യം ഞാൻ സ്റ്റേ വാങ്ങി, രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഹൈക്കോടതിയുടെ ഉത്തരവുമായിട്ടാണ് വന്നത്. അപ്പോൾ ആ ഉത്തരവിൽ പറയുന്നുണ്ട് ഏപ്രിൽ 1 വരുന്ന വേക്കൻസിയിൽ എന്നെ തന്നെ ജോയിൻ ചെയ്യിക്കണമെന്ന് സർക്കാർ പ്ലീഡറാണ് പറഞ്ഞത്, കോടതിക്ക് ഉറപ്പ് കൊടുത്തത്. അപ്പോൾ എന്നെ എന്തായാലും ഈ ഓർഡറിൽ സർക്കാർ എന്നെ ജോയിൻ ചെയ്യിച്ചതിന് ശേഷം മാത്രമേ മറ്റുള്ളവരെ ജോയിൻ ചെയ്യിക്കാൻ പറ്റുള്ളൂ. സാങ്കേതിക ന്യായങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ പുനർനിയമനം വൈകിപ്പിക്കാൻ ശ്രമിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. അതെനിക്ക് തോന്നുന്നുണ്ട്. എന്നെ അവരൊരു സ്മൂത്തായിട്ട് ഇവിടെ ജോയിൻ ചെയ്യാൻ എന്തായാലും NGO യൂണിയൻ നേതാക്കൾ ശ്രമിക്കില്ല. നിങ്ങൾക്ക് തന്നെ ഇപ്പം കാണാമല്ലോ, ഇതിൻ്റെ മുന്നിൽ അവർ പരിപാടി നടത്തുന്നത് കാണാമല്ലോ. അപ്പോൾ അവരുടെ പകപോക്കലാണ്. ഇനിയും എന്നെ ഇതിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുമെന്ന് തന്നെയാണ് എനിക്ക്. ഇനി നിങ്ങൾ ജോലിക്ക് കയറി കഴിഞ്ഞാലും എന്നെ എന്തൊക്കെ വേട്ടയാടുമെന്ന് എനിക്കറിയില്ല. ഈ വേട്ടയാടൽ തുടർന്നുകൊണ്ടേയിരിക്കും. ഹൈക്കോടതിയിൽ എന്തായാലും നിങ്ങളുടെ വാദങ്ങൾ ഉന്നയിക്കും അല്ലേ സർക്കാർ? അതെ, ഞാൻ എൻ്റെ വാദങ്ങൾ ഉന്നയിക്കും. ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടല്ലോ ഞാനൊരു വീഴ്ചയും വരുത്തില്ല. ഹൈക്കോടതിക്ക് മാത്രമല്ല, ഈ അന്വേഷണ കമ്മീഷനൊക്കെ ബോധ്യപ്പെട്ടതാണ്. ഞാൻ ചോദിച്ചിട്ടുമുണ്ട് എന്നെ എന്തിനാണ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തതെന്നൊക്കെ ഞാൻ എനിക്കറിയാം. അപ്പം നിങ്ങളുടെ ഭാഗത്തൊന്നും ഒരു തെറ്റുമില്ല. പക്ഷെ പിന്നെ എന്തിനാണ് എനിക്ക് വീഴ്ച പറ്റിയെന്ന് ഇവർ പറയുന്നത്? അതിൽ ഇവർ പറയുന്ന പരസ്പര വിരുദ്ധം പറയുന്ന ഇതൊക്കെ എനിക്ക് മേൽ ആദ്യം ശിക്ഷ നടപ്പാക്കിയിട്ട് ഇവർ എനിക്ക് മേൽ കുറ്റം ചാർത്തുകയാണ് ചെയ്തത്. നിയമന ഉത്തരവ് വന്ന് അകത്ത് കയറിയ ശേഷം മാത്രമേ സമരം നിർത്തുള്ളൂ. അതെ, നിർത്തുള്ളൂ. മറ്റു കാര്യങ്ങൾ കോടതിയിൽ കോടതിയിൽ നിന്ന്
അതായത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് തീരുമാനത്തിന് ഉത്തരവിട്ടേ സമരം നിർത്തുള്ളൂ. രണ്ടാമത് കോടതിയിൽ മറ്റ് കാര്യങ്ങൾ, സാങ്കേതിക കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് മറ്റു പല ആൾക്കാർക്കും ഇവിടെ അപേക്ഷിച്ചിട്ടുണ്ട്, അവർക്ക് സമയമുള്ള ഈ കാര്യങ്ങൾ പരമാവധി ഈ PB അനിതയെ പുറത്ത് നിർത്തിക്കാനുള്ള ഒരു ശ്രമം. അതാണ് അവരുടെ വാചകങ്ങളിൽ നിന്ന് കാര്യം. കാരണം NGO യൂണിയൻകാർ എന്നെ എന്തായാലും അങ്ങനെ അത്ര സ്മൂത്തായിട്ട് പ്രവേശിപ്പിക്കാനോ അല്ലെങ്കിൽ ജോലി ചെയ്യിക്കാനോ കഴിയില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. അത്രയും വലിയ സമ്മർദ്ദം അവരുടെ ഭാഗത്തുണ്ടാവുന്നവർ അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ സർക്കാർ ഉയർന്നു വന്ന വലിയ സമ്മർദ്ദങ്ങൾ, മാധ്യമങ്ങൾ മുഖേനയും രാഷ്ട്രീയ പാർട്ടികൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ഉയർന്നു വന്ന സമ്മർദ്ദങ്ങൾക്കൊടുവിൽ ഒരു തീരുമാനമെടുത്തു. അതേസമയം തന്നെ ആ ഒരു തീരുമാനം അല്ലെങ്കിൽ ആ ഒരു സ്ഥലം മാറ്റം പരമാവധി റദ്ദാക്കുന്നതിന് ആവശ്യമായ നടപടികൾ, സാങ്കേതികമായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് കോടതിയെ സമീപിക്കുകയും ചെയ്താലും ഒരു ഇരട്ട സമീപനം എന്തായാലും സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. ഉത്തരവ് നൽകി അതേസമയം അത് ഹൈക്കോടതിയിൽ കൂടെ തന്നെ റദ്ദാക്കാനുള്ള വഴികൾ നോക്കുകയാണ്. എന്തായാലും അനിതയ്ക്ക് പ്രതീക്ഷയുണ്ട്. കാരണം തന്റെ സ്ഥലം മാറ്റം റദ്ദാക്കിക്കൊണ്ട് ഹൈക്കോടതി ഉത്തരവിടുമ്പോൾ അതിൽ കൃത്യമായ ഒരു ന്യായമുണ്ടായിരുന്നു. അത് ഇനിയും തനിക്ക് കോടതിയിൽ തെളിയിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ സ്ഥലം മാറ്റം അല്ലെങ്കിൽ പ്രതികരണവും ലഭ്യമാക്കിയത്. മുഖ്യമന്ത്രിയുടെയും ആരോഗ്യമന്ത്രിയുടെയും വാക്കിന് വിലയില്ലാതായെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ വാർത്തയോട് പ്രതികരിച്ചു. ഇപ്പൊ വന്നല്ലോ ഉത്തരവ്. അപ്പൊ മന്ത്രി ഇന്നലെ പറഞ്ഞതും ഇന്ന് രാവിലെ മുഖ്യമന്ത്രി പറഞ്ഞതിന് എന്ത് വിലയാണുള്ളത്? പുല്ല് വിലയാണുള്ളത്. അപ്പൊ ഇന്നലെ മന്ത്രി പറഞ്ഞത് എന്താ? ഇന്ന് രാവിലെ മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രിക്ക് പിന്തുണ കൊടുത്ത് പറഞ്ഞത് എന്താ? അപ്പൊ സർക്കാർ ഉത്തരവ് ഇങ്ങനെ വരുന്നു. കോടതി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനിയിപ്പോ കോടതി കൂടി അഭിപ്രായം പറഞ്ഞോട്ടെ. ആരോഗ്യവകുപ്പ് ആരോടെങ്കിലും വിരോധമോ പ്രത്യേക താൽപര്യമോ വെച്ചല്ല പ്രവർത്തിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി. ഹൈക്കോടതി വിധി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവനയെ കാണണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആ ഡിപ്പാർട്ട്മെന്റിന് ഏതെങ്കിലും ഒരാളോട് വിരോധമോ ഏതെങ്കിലും ഒരാളോട് പ്രത്യേക താല്പര്യമോ വെച്ചിട്ടല്ല കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. അവിടെ ചില സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചു. അതിൻ്റെ മേലെയുള്ള അന്വേഷണങ്ങൾ നടന്നു. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി വീഴ്ചക്കാരെന്ന് കണ്ടവരുടെ മേലെയാണ് നടപടികൾ ഉണ്ടായിരിക്കുന്നത്. ആ കാര്യം ഹൈക്കോടതിയുടെ മുന്നിലും ഹൈക്കോടതി ശ്രദ്ധയിലും കൊടുത്തു. അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നിർദ്ദേശം എന്താണോ ആ നിർദ്ദേശം പാലിക്കുന്നതിനാണ് തയ്യാറാകുക എന്നൊക്കെ ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞതായിട്ട് കാണുന്നുണ്ടല്ലോ. CPM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ട് മരവിപ്പിച്ചു. ആദായനികുതി റിട്ടേണിൽ നിന്ന് അക്കൗണ്ട് വിവരം മറച്ചുവെച്ചുവെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. അക്കൗണ്ടിൽ നിന്നും പിൻവലിച്ച 1 കോടി ചെലവഴിക്കരുതെന്നും IT തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിന് നിർദ്ദേശം നൽകി. പാർട്ടി ബാങ്ക് അക്കൗണ്ടുകൾ സുതാര്യമാണെന്ന് MM വർഗീസ് പ്രതികരിച്ചു. കരിവന്നൂർ ബാങ്കിലെ 5 രഹസ്യ അക്കൗണ്ടുകൾ സംബന്ധിച്ച് EDയുടെ അന്വേഷണം തുടരുന്നതിനിടയിലായിരുന്നു CPMന്റെ ബാങ്ക് അക്കൗണ്ടുകൾ വഴിയുള്ള സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കാനുള്ള ആദായനികുതി വകുപ്പിന്റെ എൻട്രി. ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ തൃശൂർ MG റോഡിലുള്ള ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ടിൽ 5.8 കോടി രൂപയാണ് ഉണ്ടായിരുന്നത്. ഈ മാസം 2-ന് ഇതിൽ 1 കോടി തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് പിൻവലിച്ചിരുന്നു. അക്കൗണ്ടിലെ പണം സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ അടക്കം പരാമർശിച്ചിട്ടില്ല. അക്കൗണ്ട് വിവരം ആദായനികുതി റിട്ടേണിൽ കാണിച്ചിട്ടില്ലെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ബാങ്ക് അക്കൗണ്ട് IT മരവിപ്പിച്ചത്. ഇന്നലെ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ശാഖയിൽ മണിക്കൂറുകളോളം പരിശോധന നടത്തിയതിന് പിന്നാലെയാണ് നടപടി. പിൻവലിച്ച പണം ചെലവാക്കരുതെന്ന കർശന നിർദ്ദേശം ആദായനികുതി വകുപ്പ് MM വർഗീസിന് നൽകിയിട്ടുണ്ട്. LDFന്റെ മേൽക്കൈ എതിരാളികൾ വരെ മറ്റ് അംഗീകരിക്കുന്ന വിധത്തിൽ നല്ല നിലയിൽ മുന്നോട്ട് വരും. അപ്പോൾ അതിന് തടയിടാൻ പറ്റുന്നൊരു പരിശ്രമമാണ്. ആരെന്ത് ശ്രമം നടത്തിയാലും അത് നടക്കാൻ പോണ കാര്യമല്ല. രഹസ്യ അക്കൗണ്ടുകളില്ലെന്ന CPMന്റെ വാദം സാധൂകരിക്കുന്ന രേഖകൾ ഹാജരാക്കിയാൽ മാത്രമേ അക്കൗണ്ട് മരവിപ്പിച്ച നടപടി പിൻവലിക്കൂവെന്നും അല്ലാത്ത പക്ഷം തുടർ നടപടികളിലേക്ക് കടക്കുമെന്നുമാണ് ആദായനികുതി വകുപ്പിന്റെ മുന്നറിയിപ്പ്. മീഡിയ 1 കൊച്ചി. MM വർഗീസിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതിൽ പാർട്ടിക്കൊരു ഭയവുമില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ED നടത്തുന്നത് ഗൂണ്ടാ പിരിവാണെന്നും കളവ് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണെന്നും ഗോവിന്ദൻ ആരോപിച്ചു. ED വെറുതെ പറയുന്നല്ലേ, ED പറയുന്നതെല്ലാം ശരിയാ. ED ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ കളവല്ലേ. ഓരോ ദിവസവും ഇപ്പോൾ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത് എന്താ? ED പിടിച്ചുകൊണ്ട് പോയിട്ട് ജയിലിൽ വെക്കുക. 6 മാസം കഴിയുക, 7 മാസം കഴിയുക. എന്നിട്ട് EDയോട് സുപ്രീം കോടതി ചോദിക്കുക, അല്ലെങ്കിൽ കോടതി ചോദിക്കുക, ബന്ധപ്പെട്ട കോടതി ചോദിക്കുക, എന്തെങ്കിലും തെളിവുണ്ടോ? തെളിവൊന്നുമില്ല. പണം കിട്ടിയിട്ടുണ്ടോ? ഇല്ല. എന്നാൽ വിട്ടോന്ന് പറഞ്ഞു. വിട്ടില്ലേ? ഇന്നും വിട്ടില്ല. ഞങ്ങൾക്ക് ഈ ലെവലേശം ഗുണ്ട പിരിവ് നടത്താൻ നേതൃത്വപരമായി പങ്കുവഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനമാണ് ED. പാനൂർ ബോംബ് സ്ഫോടന കേസിൽ 3 പേർ അറസ്റ്റിൽ. ചെറുപറമ്പ് സ്വദേശി ഷെമിൻലാൽ, കുന്നോത്തുപറമ്പ് സ്വദേശി അതുൽ K, ചെണ്ടയാട് സ്വദേശി അരുൺ എന്നിവരാണ് അറസ്റ്റിലായത്. അറസ്റ്റിലായ 3 പേരും CPIM അനുഭാവികളാണ്. പ്രതികളെ സ്ഫോടനം നടന്ന സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുത്തു. സ്ഫോടനം നടന്ന വീടിന് സമീപത്തായി 7 ബോംബുകൾ കണ്ടെടുത്തു. അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കും. പാനൂർ സ്ഫോടനത്തിന് പിന്നിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തൽ. ബോംബ് നിർമ്മാണത്തിനായി ആസൂത്രിത ഗൂഢാലോചന നടന്നു. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഷെറിനും ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലുള്ള വിനീഷിനുമൊപ്പം 10ഓളം പേർ സംഭവസ്ഥലത്തുണ്ടായിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ.
രണ്ടുപേർ നിസ്സാര പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലുമുണ്ട്. പ്രദേശവാസികളായ വിനോദ്, അശ്വന്ത് എന്നിവരാണ് ചികിത്സയിലുള്ളത്. ഇവരെ ആശുപത്രിയിലെത്തിച്ച ചെണ്ടയാട് സ്വദേശി അരുണിനെയാണ് പോലീസ് ആദ്യം കസ്റ്റഡിയിലെടുത്തത്. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് സംഭവ സ്ഥലത്തുണ്ടായിരുന്ന മറ്റു 3 പേരെ കുറിച്ചുകൂടി വിവരം ലഭിച്ചത്. പിന്നാലെ ഷെബിൻലാലിനെയും അതുലിനെയും കസ്റ്റഡിയിലെടുത്തു. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പാനൂർ സിഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവരെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തെളിവെടുപ്പിനിടെ സ്ഥലത്ത് നിന്ന് 7 ബോംബുകൾ കൂടി കണ്ടെടുത്തിട്ടുണ്ട്. ഇതിനിടെ സംഭവവുമായി ബന്ധപ്പെട്ട് സായൂജ് എന്നയാളെ പാലക്കാട് നിന്ന് കസ്റ്റഡിയിലെടുത്തു. പാനൂർ സ്റ്റേഷനിൽ എത്തിച്ച ശേഷം ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. നിസ്സാര പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലുള്ള മറ്റ് 2 പേരുടെ അറസ്റ്റും ഇന്ന് രേഖപ്പെടുത്തിയേക്കും. മീഡിയ 1 കണ്ണൂർ. പാനൂർ സ്ഫോടനത്തിന് പിന്നാലെ ബോംബ് രാഷ്ട്രീയം സജീവ തെരഞ്ഞെടുപ്പ് ചർച്ചയാക്കി UDF. CPM-ന് ബന്ധമില്ലെന്ന് മുഖ്യമന്ത്രിയും CPIM സംസ്ഥാന സെക്രട്ടറിയും ആവർത്തിച്ചു. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമമെന്നും പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്നും UDF ആരോപിക്കുകയാണ്. പാനൂർ മൂളിയാത്തോട് ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ CPM അനുഭാവി കൊല്ലപ്പെട്ട സംഭവം സജീവ തെരഞ്ഞെടുപ്പ് ചർച്ചയാക്കുകയാണ് UDF. പരാജയഭീതിയിൽ CPM ബോംബ് രാഷ്ട്രീയത്തിലേക്ക് തിരിയുന്നതായി UDF ആരോപിക്കുന്നു. വടകരയിലടക്കം ബോംബ് രാഷ്ട്രീയം പ്രധാന പ്രചാരണ വിഷയമാക്കും. ബോംബ് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ഉപകരണമാവുകയെന്ന് CPM വ്യക്തമാക്കണമെന്ന് വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ആവശ്യപ്പെട്ടു. കലാപാസൂത്രണം അന്വേഷണ വിധേയമാക്കണം. ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി ബോംബ് നിർമ്മിച്ചുവെന്ന് പരിശോധിക്കണമെന്നും ഷാഫി പറമ്പിൽ. സമാധാനപരമായി തെരഞ്ഞെടുപ്പ് നടന്നാൽ അതിന്റെ ഗുണം കിട്ടാൻ പോകുന്ന ഞങ്ങൾക്കാണെന്ന് ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അപ്പൊ അത് അട്ടിമറിക്കാൻ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ഇത്തരം ഇടപെടലുകൾ ഉണ്ടാവുന്നത്, ഇത്തരം ഹീന പ്രവൃത്തികൾ ഉണ്ടാവുന്നത്. പാനൂർ സ്ഫോടനം തീർത്തും നിയമവിരുദ്ധമായ പ്രവർത്തനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പോലീസ് ഗൗരവമായി അന്വേഷണം നടത്തും. CPM-ന് സംഭവത്തിൽ ബന്ധമില്ലെന്നും മുഖ്യമന്ത്രി. ഇത് തീർത്തും നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനമാണ്. ആ നിയമവിരുദ്ധമായ പ്രവർത്തനത്തെ ശക്തമായ നിയമ നടപടികളിലൂടെ നേരിടും. അക്കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാകേണ്ടതായി. പാർട്ടിക്ക് ബന്ധമില്ലെന്ന് ആവർത്തിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വടകരയിൽ LDF-ന് ആശങ്കയില്ല. ഒരു ബന്ധമില്ല. പാർട്ടി കൃത്യമായിട്ട് തള്ളി പറഞ്ഞാണ്. പാർട്ടി സഖാക്കളെ അടിച്ച കേസിലെ പ്രതികളാണ്. അവരുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ല. പാർട്ടിക്ക് യാതൊരു ബന്ധമില്ല. അല്ലെ പാർട്ടി ആയുധം ഉണ്ടാക്കേണ്ട എന്ത് കാര്യമുള്ള ഈ തെരഞ്ഞെടുപ്പിൽ. വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ പാനൂരിൽ ഇന്ന് UDF സമാധാന സന്ദേശ റാലിയും സംഘടിപ്പിച്ചു. മീഡിയ 1 കണ്ണൂർ. മൂവാറ്റുപുഴ വാളകത്തെ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മരണം ആൾക്കൂട്ടമർദ്ദനത്തെ തുടർന്ന് സ്ഥിരീകരിച്ച് പോലീസ്. അശോക് ദാസിന് കെട്ടിയിട്ട ശേഷവും മർദ്ദിച്ചു. തലയ്ക്കും ശ്വാസകോശത്തിനുമേറ്റ ഗുരുതര പരിക്കാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നു. പ്രതികൾ കുറ്റം സമ്മതിച്ചതായി പോലീസ് അറിയിച്ചു. വ്യാഴാഴ്ച പെൺസുഹൃത്തിന്റെ വീട്ടിലെത്തി മടങ്ങുമ്പോഴാണ് അരുണാചൽ പ്രദേശ് സ്വദേശി അശോക് ദാസിന് ആൾക്കൂട്ടമർദ്ദനത്തിൽ ഗുരുതര പരിക്കേൽക്കുന്നത്. വഴിയോരത്തെ തൂണിൽ കെട്ടിയിട്ട അശോക് ദാസിനെ പോലീസ് എത്തി ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായ 10 പേരും കുറ്റം സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു. പ്രതികളുടെ മൊബൈലിൽ നിന്ന് മർദ്ദന ദൃശ്യങ്ങളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. കേസ് അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിലാണ്. സംഭവം തുടങ്ങിയിട്ടേ ഉള്ളൂ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ഇന്റേണൽ ഇഞ്ചുറീസ് ഉണ്ട്. അത് മർദ്ദനത്തിലുണ്ടായെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. വീട്ടിൽ വെച്ച് പെൺസുഹൃത്തുമായുണ്ടായ തർക്കത്തിനിടെ അശോക് ദാസ് സ്വയം കൈകൾക്ക് മുറിവേൽപ്പിച്ചിരുന്നു. ഇക്കാര്യത്തിലും അന്വേഷണം വേണമെന്നാണ് അയൽവാസികളുടെ ആവശ്യം. പോലീസ് വന്നു കഴിഞ്ഞാൽ പിന്നെയാണ് അവിടെ തുറന്നു കണ്ടത്. ഇപ്പോൾ മുറിയിൽ കുറേ ബ്ലഡും പിന്നെ കുപ്പിയും ചില്ലൊക്കെ പൊട്ടിക്കിടക്കണ്ടായിരുന്നു. വേറെ അതെന്താ നടന്നതെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. അകത്ത് നടന്നത് എന്താണെന്നറിയില്ല. ദുരൂഹ സാഹചര്യത്തിൽ കണ്ടപ്പോൾ നാട്ടുകാർ ചോദ്യം ചെയ്തെന്നും മർദ്ദനമുണ്ടായതായി അറിയില്ലെന്നുമാണ് ദൃക്സാക്ഷിയുടെ വെളിപ്പെടുത്തൽ. അപ്പൊ ഇവിടെ വെച്ച് ഇങ്ങനെ സൗമ്യമായിട്ട് രീതിയിൽ പറഞ്ഞിവിടെ ഇരുത്തിയതാണ് അവനെ. ഓടിക്കഴിഞ്ഞ് പിന്നെ ആൾക്കാർ പിടിച്ചു കൊണ്ടുവന്ന് ഇവിടെ കെട്ടിയിട്ടപ്പോൾ അവൻ ആ മതിലയിൽ ഇരിക്കണുണ്ട്. കെട്ടിയിട്ട ശേഷം മർദ്ദിച്ചിട്ടില്ല. ആൾക്കൂട്ടം അശോക് ദാസിനെ മർദ്ദിച്ചത് കണ്ടെന്ന പെൺസുഹൃത്തും ഒപ്പമുണ്ടായിരുന്നയാളും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ആൾക്കൂട്ടമർദ്ദനമെന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിച്ചേർന്നത്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്താനാണ് പോലീസിന്റെ ശ്രമം. സംഘത്തിൽ കൂടുതൽ പേർ ഉണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. മൂവാറ്റുപുഴയിൽ നിന്ന് ക്യാമറ പേഴ്സൺ ബിൽസങ്ങളരിക്കലിനൊപ്പം സിജോ വർഗീസ്, മീഡിയ 1. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കാനില്ലെന്ന് ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് എസ് മണികുമാർ. വ്യക്തിപരമായ അസൗകര്യമുണ്ടെന്ന് സർക്കാരിനെ അറിയിച്ചു. വിവാദങ്ങൾക്കൊടുവിൽ നിയമനം ഗവർണർ അംഗീകരിച്ചതിന് പിന്നാലെയാണ് മണികുമാർ നിലപാട് വ്യക്തമാക്കിയത്. മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എസ് മണികുമാറിനെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി തീരുമാനിച്ചത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലായിരുന്നു. മുഖ്യമന്ത്രിയും സ്പീക്കറും പ്രതിപക്ഷ നേതാവും അടങ്ങുന്ന സമിതിയാണ് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ തീരുമാനിക്കുന്നത്. എന്നാൽ അന്ന് സർക്കാർ തീരുമാനത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് വിയോജനക്കുറിപ്പ് നൽകി. പല കേസുകളിലും സർക്കാരിന് നൽകിയ ഔദാര്യങ്ങളുടെ ഉപകാരമാണ് നിയമനമെന്നായിരുന്നു പ്രതിപക്ഷ ആരോപണം.
ഇതിന് പിന്നാലെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നിയമനം അംഗീകരിക്കരുതെന്ന് കാട്ടി ഗവർണർക്ക് കത്തും നൽകി. നിയമന ഫയൽ പിടിച്ചുവെച്ചിരുന്ന ഗവർണർ 2 ദിവസം മുമ്പാണ് അതിന് അംഗീകാരം നൽകിയത്. എന്നാൽ വ്യക്തിപരമായ കാരണങ്ങളാൽ ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കാൻ കഴിയില്ലെന്നാണ് എസ് മണികുമാർ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത്. നിയമനത്തിന്റെ പേരിലുണ്ടായ വിവാദങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മണികുമാർ ഇത്തരത്തിൽ തീരുമാനമെടുത്തതെന്നാണ് സൂചന. ചർച്ച നടത്തി അനുനയത്തിന്റെ പാതയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ പൊട്ടിത്തെറി. സജി മഞ്ഞക്കടമ്പിൽ കോട്ടയം ജില്ലാ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. മോൻസ് ജോസഫിന്റെ ഏകാധിപത്യ നടപടികളിൽ പ്രതിഷേധിച്ചാണ് രാജിയത്രേ. മോൻസ് ജോസഫിന്റെ അപ്രമാദിത്വം മൂലം നേതാക്കൾക്ക് പാർട്ടിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെന്ന് സജി മഞ്ഞക്കടമ്പിൽ ആരോപിക്കുന്നു. UDF ജില്ലാ ചെയർമാൻ സ്ഥാനവും രാജിവെച്ചു. സജി മഞ്ഞക്കടമ്പിൽ കേരള കോൺഗ്രസ് എമ്മിൽ ചേർന്നേക്കുമെന്ന് സൂചനയുണ്ട്. UDFന്റെ ജില്ലാ ചെയർമാൻ സ്ഥാനവും കേരള കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനവും ഞാൻ ഉപേക്ഷിക്കുന്നു. എനിക്കത് വേണ്ട, ഞാൻ രാജിവെക്കുന്നു. ഇതിനെ കാരണം ഒന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ്, അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യം, അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യം, ഇതാണ് ഞാൻ രാജിവെക്കാനുള്ള എന്നെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. പലവട്ടം 4-5 വട്ടം എന്നെ ഫോണിൽ വിളിച്ച് അസഭ്യം പറഞ്ഞ് വളരെ മോശമായി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലാ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഒരു ബൊമ്മയായി തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആരുടെ അടിമയായി രാഷ്ട്രീയം നടത്തിയിട്ടില്ല. അതുകൊണ്ട് എനിക്കിതേ പറയാനുള്ളൂ. ഞാൻ മോൻസ് ജോസഫുള്ള കേരള കോൺഗ്രസിലും മോൻസ് ജോസഫുള്ള മുന്നണിയിലും ഇനി തുടർന്ന് പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. IPL ഇന്ന് രാജസ്ഥാൻ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും. തുടർച്ചയായ 4ാം ജയം ലക്ഷ്യമിട്ടാണ് രാജസ്ഥാൻ ഇറങ്ങുന്നത്. ബാംഗ്ലൂരിനാകട്ടെ 4-1 കളി മാത്രമേ ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. രാത്രി 7:30 രാജസ്ഥാന്റെ മൈതാനമായ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിയും ആഴ്സണലും ഇന്നിറങ്ങും. മാഞ്ചസ്റ്റർ സിറ്റി ക്രിസ്റ്റൽ പാലസിനെ നേരിടുമ്പോൾ ആഴ്സണലിന് ബ്രൈറ്റനാണ് എതിരാളി. പോയിന്റ് പട്ടികയിൽ 2ഉം 3ഉം സ്ഥാനങ്ങളിലുള്ള ആഴ്സണലിനും സിറ്റിക്കും കിരീട സാധ്യത സജീവമാക്കാൻ ഇന്നത്തെ മത്സരം നിർണായകമാണ്. സ്വർണ്ണവില 35 രൂപ, പവന് 52,280 രൂപ, 18 ക്യാരറ്റ് ഗ്രാമിന് 5,470 രൂപ, പവന് 43,760 രൂപ, വെള്ളി ഗ്രാമിന് 84 രൂപ.